വൃത്തിയാക്കാൻ പാടാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മീനാണ് നമ്മുടെ ഈ ചാള. കുറച്ച് ചാള കിട്ടിയാൽ നമ്മൾ ആദ്യം എന്താണ് വിചാരിക്കുക? കറി വെക്കുകയോ ഫ്രൈ ചെയ്യുകയോ ചെയ്യാമെന്ന്. ഇനി അത് മാത്രം വിചാരിക്കരുത്, നമുക്ക് കുറച്ച് അച്ചാറും കൂടി ഇടാം കേട്ടോ. അപ്പോൾ വരും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന 2 കിലോ ചാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമുക്ക് നമ്മുടെ ചാള ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പം നമ്മുടെ പൊടികളെല്ലാ ഭാഗത്തും എത്തണം. അപ്പം നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. അപ്പം നമുക്ക് അച്ചാറിടാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, കടുക്, ഉലുവ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, ഉലുവപ്പൊടി, വിനാഗിരി, കായം, പിന്നെ കുറച്ച് ഫ്രഷ് കരിവേപ്പില. നമ്മുടെ മീനൊക്കെ ഇവിടെ മസാല ഇട്ട് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചാള വീതം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പം നമ്മൾ നോർമലി കഴിക്കുന്നതിൽ നിന്നും കുറച്ചും കൂടി നല്ല മൂപ്പിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ചാളയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാം. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ ഉലുവ, ഇഞ്ചി, ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം, കരിവേപ്പില. ഇനി നമുക്ക് ആവശ്യത്തിന് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമുക്കിനി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ വിനാഗിരി നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. നമ്മുടെ വിനാഗിരിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ചാള ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചാളമീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാള കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പോലും വളരെ ടേസ്റ്റി ആയിട്ട് കഴിച്ചു പോകും കേട്ടോ നമ്മുടെ ഈ അച്ചാർ. അപ്പോൾ മീൻകറിയൊക്കെ കൂട്ടി മടുത്തിരിക്കുന്ന സമയത്ത് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഉഗ്രൻ ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.